അടുത്ത ജയശങ്കർ, ഇപ്പോ സുരേന്ദ്രൻ രാജിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പരാജയവുമായി ബന്ധപ്പെട്ട കാലുവാരലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഒക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണോ BJP-ക്കുള്ളിലെ പ്രശ്നം? ഒരു കാരണവശാലും അങ്ങനൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും, മറ്റു സ്ഥാനാർത്ഥികൾ തോൽക്കും. അതില് പുതുമയൊന്നുമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യവുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജയമാണ് വളരെ പുതിയ കാര്യം. ഈ പാർട്ടി 1980 രൂപീകൃതമായത് മുതൽക്ക് അവർ വളരെ ശക്തമായിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. 1982 ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ രാജഗോപാലാണ് മത്സരിച്ചത്. രാജഗോപാലിന് 2000 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പൊ അന്ന് മുതൽക്ക് ഇവർ വളരെ ശ്രമിച്ചിട്ട് ഇത്രയൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 2-3 തവണയുണ്ട് 2ാം സ്ഥാനത്ത് എത്തുന്നത്. അതിലും വലിയ അത്ഭുതമൊന്നും അവിടെ സൃഷ്ടിക്കാൻ പറ്റുകയില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 1ാം തരം സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് വേണ്ടി വളരെ ഏകോപിച്ച ചിട്ടയായ പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ CPM-കാരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ചില അബദ്ധങ്ങൾ, ഒന്ന് സരിന്റെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മറ്റേ ട്രോളി ബാഗ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ. പിന്നെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി, SDPI അടക്കം മുസ്ലിം ലീഗിന്റെ പറയാൻ വേണ്ട, വളരെ ശക്തമായ രീതിയിൽ വലിയ ഏകീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാക്കി കൊണ്ടൊക്കെയാണ് തോറ്റത്. ഇനിയിപ്പോ കൃഷ്ണകുമാറിന്റെ സ്ഥാനത്ത് വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും ഇത്രയൊക്കെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ 500-600 വോട്ടുകളുടെ വ്യത്യാസമാണ് നിലവിൽ രണ്ടുപേരും തമ്മിലുള്ളത്. അപ്പൊ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നിരുന്നത് അവിടെ ജയിക്കാൻ കഴിയായിരുന്നുവെന്നാണ് ചില BJP കേന്ദ്രങ്ങളൊക്കെ പിന്നീടാണെങ്കിലും സൂചന നൽകി. ഇപ്പൊ അങ്ങനെ ഒരു സാധ്യതയില്ല. അതെ, ശിവരാജൻ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. അല്ല, അത് വേറെ കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ പാലക്കാട്ട് ലോക്കലായിട്ടുള്ള നേതാക്കന്മാര് ഇതേ വേല വെക്കുക. കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ അവർക്കിട്ട് പണിയുമായിരുന്നുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമല്ലേ. ശോഭാ സുരേന്ദ്രൻ നേരത്തെ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിലിനോട് എത്ര വോട്ടിനെ തോറ്റത്? അതിനെ കുറിച്ച് പിന്നീട് CPM ഒരു അന്വേഷണം നടത്തി. ശോഭാ സുരേന്ദ്രൻ തോറ്റതിനെ കുറിച്ചല്ല, NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്ത് പോയതിനെ കുറിച്ചായിരുന്നു അന്വേഷണം. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സാക്ഷാൽ ഗോവിന്ദൻ മാഷാണ് അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചില്ല. റിപ്പോർട്ടിനെ കുറിച്ച് മാതൃഭൂമി പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ കണ്ടത്. അതിൽ പറഞ്ഞിരുന്നത്, മാതൃഭൂമി പത്രത്തിൽ വന്ന റിപ്പോർട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രനെതിരായിട്ട് അദ്ദേഹം നമ്മുടെ ഇപ്പൊ തോറ്റ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും NN കൃഷ്ണദാസിനെതിരായിട്ട് MP രാജേഷും അതിഭയങ്കരമായ കാലുവാരലാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഷാഫി ജയിച്ചത്. അപ്പോ CPM-ലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ BJP-ലെ കാര്യം കൂടി പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ടും ഇപ്പോഴും നടക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്തെങ്കിലും ഏറെക്കുറെ ഇതൊക്കെ തന്നെ ആവർത്തിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം അല്പം കുറഞ്ഞു. അതിലപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും പാലക്കാട്ട് സംഭവിക്കുമായിരുന്നില്ല. പിന്നെ ഒരാളുടെ മേൽ പഴി ചേരുന്നത് യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, ഇത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൂടി അറിഞ്ഞിട്ടില്ല ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി. അപ്പോ K. സുരേന്ദ്രന്റെ മേലോ ശോഭാ സുരേന്ദ്രന്റെ മേലോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേലോ പഴി ചേരുന്നതിൽ കഥയില്ല. അവിടെ ജയിക്കാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. പിന്നെ ജയിക്കുമെന്നൊരു പ്രതീതി ഇവരുണ്ടാക്കി. അത് അയഥാർത്ഥമായ ഒരു പ്രതീതിയായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ആദ്യം മുതൽ തന്നെ രാഹുലായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസുകാർക്ക് അറിയായിരുന്നു. അവരതനുസരിച്ചുള്ള ഗ്രൗണ്ട് വർക്ക് നന്നായിട്ട് ചേർന്നു. പിന്നെ VT സതീശന് ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ BJP-യുടെ ജയിക്കാൻ പറ്റാത്തതല്ലേ. ചേലക്കര മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് 10,000-ന്റെ അടുത്ത് വർദ്ധിച്ചിട്ട് 33,000 വോട്ട് ആ മണ്ഡലത്തിൽ സാധാരണ കിട്ടുന്നതാണോ? അല്ല. അതെന്തുകൊണ്ട് കിട്ടി? അപ്പൊ അതിൽ ജയിച്ചതിന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ വോട്ട് കൂടിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അവിടെ ഒരു സ്ട്രോങ് പ്രസൻസ് BJP-ക്ക് കാണിക്കാൻ കഴിഞ്ഞതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? അത് ഈ വിമത നേതാക്കന്മാർ ഏറ്റെടുക്കുക. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സുരേന്ദ്രൻ ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റും. ഒക്കെ ഓരോരുത്തരും അവരുടെ താല്പര്യം അനുസരിച്ച് പറയുന്നതാണ്. കോൺഗ്രസിലുള്ളേക്കാളും ചീച്ച അല്ലെങ്കിൽ ജീർണിച്ച ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് BJP-യിലുള്ളത്. അത് വേറെ കാര്യം. ശരി, വളരെ നന്ദി. അടുത്ത ജയശങ്കർ.